Good afternoon. Good afternoon, ma'am. Good afternoon. Okay, നമ്മുടെ quality management chapter complete ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഫോർമുലാസ് പഠിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടില്ലേ മിസ്? അത് നന്നായിട്ട് പഠിക്കാം. അതുപോലെ ബാക്കിയുള്ള പോയിന്റ്സുകൾ അടയാളപ്പെടുത്തിയതൊക്കെ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പുതിയ ചാപ്റ്റർ. ഓക്കെ, എന്താണ് കമ്പ്യൂട്ടേഴ്സ്? അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ കമ്പ്യൂട്ടേഴ്സ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? ടെക്നോളജി ആണ്. പിന്നെന്താ? ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പ്രോഗ്രാംസ് ചെയ്യാനായിട്ട്, ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെയാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ചിലപ്പോൾ കേറുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചാപ്റ്റർ ഏതാണ്, പേജ് ഏതാണെന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് ഫണ്ടമെന്റൽസ്? ഫണ്ടമെന്റൽസ് എന്താ? എന്താണ് ഫണ്ടമെന്റൽസ്? എന്താ ഫണ്ടമെന്റൽസ്? ഫണ്ടമെന്റൽസ് എന്താണ്? മൗലിക അവകാശങ്ങൾ. ഓക്കെ, അപ്പോ എന്താണ് കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസ്? ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മള് ഇവിടെ പറയുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഫണ്ടമെന്റൽസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ. അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല്? ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് അല്ലെ? ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഡിജിറ്റൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ പ്രോസസ്സിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്. മാർക്ക് ചെയ്ത് വെച്ച പോയിന്റ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്. ഡിജിറ്റൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും അത് പ്രോസസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. They consist of hardware and software components that work together to carry out various tasks. നമ്മള് കമ്പ്യൂട്ടറുമായി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വേരിയസ് ടാസ്കുകൾ ചെയ്യാറുണ്ട് അല്ലെ? ആ ടാസ്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്? ഹാർഡ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ സോഫ്റ്റ്വെയർസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഹാർഡ്വെയർസ് എന്താ? ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസുകളെയാണ് നമ്മൾ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ടച്ച് ചെയ്യാൻ പറ്റുന്നത്? CPU ഉണ്ട്, അതുപോലെ എന്താ മൗസ്, കീബോർഡ് അല്ലെ? അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഹാർഡ്വെയർ. ഇനി എന്താണ് സോഫ്റ്റ്വെയർ? എന്താ സോഫ്റ്റ്വെയർസ്? സോഫ്റ്റ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർസ് പറയാൻ പറ്റുമോ എക്സാമ്പിള്? ടച്ച് ചെയ്യാൻ പറ്റാത്തതാണ്
അതുപോലെ തന്നെ ഇതാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു നോക്കി എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോഫ്റ്റ്വെയർസ്, വിൻഡോസ്, പിന്നെ ലിനക്സ്, ജാവ, SQL, .NET ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഗെയിംസ്, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് ഇത്. ഓക്കെ, അപ്പോ ഇങ്ങനെ സോഫ്റ്റ്വെയർസും ഹാർഡ്വെയർസും ഉപയോഗിച്ചിട്ടാണ് വേരിയസ് ടാസ്കുകളെ നമ്മൾ ചെയ്യുന്നത്, ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി എന്താണ്? The fundamental components of computer consist of a central processing unit, CPU, memory, input and output devices, and storage devices. അപ്പൊ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ്, അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് എന്ത്? CPU എന്ന് പറയുന്നത്. CPU എന്താണ്? അടിയിൽ വരച്ചു വെക്കാട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. CPUവിന്റെ ഫുൾ ഫോം ചോദിക്കാം. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU, മോണിറ്റർ, എന്താണ്, മെമ്മറി, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ്. ഇതൊക്കെയാണ് എന്ത്? കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? CPU, memory, input output devices and storage devices. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? CPU is said to be the brain of the computer, responsible for carrying out instructions and performing calculations. Memories stores data and instructions and perform calculations. അപ്പൊ CPU എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ എന്താണ്? CPU എന്താ? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് അല്ലെ? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ്, തലച്ചോറാണ്. അതുപോലെ എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. എന്താണ്? കാൽക്കുലേഷൻസ് കാൽക്കുലേഷൻസ് ആയാലും അതുപോലെ തന്നെ ചില ഇൻസ്ട്രക്ഷൻസ് ആയാലും ക്യാരി ഔട്ട് ചെയ്യുന്നതുമായിട്ട്, അതുപോലെ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ CPUവിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഈ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യലും ആണ്. ഒക്കെയാണോ? CPUവിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. CPUവിന്റെ മെയിൻ ജോലി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറയുന്നത്? ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ്? കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതാണ്. ഇനി എന്താണ്? മെമ്മറി സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോം കാൽക്കുലേഷൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെമ്മറിയിലാണ് നമ്മൾ എല്ലാ ഡാറ്റകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ എന്താണ്? കാൽക്കുലേഷൻസ് ആയാലും ഇൻസ്ട്രക്ഷൻസ് ആയാലും ഒക്കെ പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? അതിന്റെ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മെമ്മറിയിലാണ്. മെമ്മറി സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ദ CPU requires to quickly access quickly. എന്ന് പറയുന്നത് CPUവിന് വേഗത്തിൽ ആക്സസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റകളായാലും ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിർദ്ദേശങ്ങളായാലും സ്വീകരിക്കുന്നത് ആരാണ്? മെമ്മറിയാണ്. എന്താ പറഞ്ഞത്? CPUവിന് വേഗത്തിൽ ആക്സസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്വീകരിക്കുന്നത് ആരാണ്? മെമ്മറിയാണ്. ഇനി എന്താണ്? ഔട്ട്പുട്ട് ഓർ ഇൻപുട്ട് ഡിവൈസസ് മേക്ക് ദ യൂസർ ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ such as through a keyboard and mouse. കീബോർഡ് മൗസ് എന്ന് പറയുന്നത് ഏത് ഡിവൈസസ് ആണ്? ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ഡിവൈസസ് ആണോ? ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ഡിവൈസസ് ആണോ? കീബോർഡ് മൗസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണോ? ഇൻപുട്ട് ഡിവൈസസ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കീബോർഡിലൂടെ ഡാറ്റാസ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താണത്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, പിന്നെ അപ്പോ ഇങ്ങനെയുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിലൂടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്ക് ഇത് ചെയ്ത് തരുന്നുണ്ട്.
ഡാറ്റാസ് നമുക്ക് ഔട്ട്പുട്ട് ആക്കി തരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് യൂസറും കമ്പ്യൂട്ടറുമായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വഴി യൂസറും കമ്പ്യൂട്ടറുമായിട്ട് ഒരു ഇന്ററാക്ട് അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ ചെയ്യിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ കീബോർഡ് മൗസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസസ് ആണ്. സ്റ്റോറേജ് ഡിവൈസസ് store data and programs for long term use. ഇനി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പല പ്രോഗ്രാംസ് ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് that allows the computer to perform specific tasks. ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും കമ്പ്യൂട്ടറിന്റെ സ്പെസിഫിക് ടാസ്കുകൾ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയാലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയാലും കമ്പ്യൂട്ടറിന്റെ സ്പെസിഫിക് ടാസ്കുകൾ, കമ്പ്യൂട്ടറിന് സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവുമല്ലോ, ആ ടാസ്കുകൾ ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചത് കേട്ടോ. എന്തൊക്കെയാണ്? ഫസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്. അത് എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്? ഡിജിറ്റൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും അത് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണെന്ന് പറയാൻ പറ്റും കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഹാർഡ്വെയർസ് ഉണ്ട്. അതൊക്കെ എന്താണ്? വേരിയസ് ടാസ്കുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മെയിൻ ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതൊക്കെയാണ് പറഞ്ഞത്? CPU പറഞ്ഞു, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ് ആണ്. അതുപോലെ തന്നെ CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ എന്താണ് CPU എന്ന് പറഞ്ഞാല് ബ്രെയിൻ ആണ്. പിന്നെന്താണ് പറയുന്നത്? ആ CPU-ന്റെ ജോബ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നതും കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതുമാണ് CPU-ന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെമ്മറീസ് അല്ലെ, മെമ്മറി എന്താണ്? ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് മെമ്മറി ഉള്ളത്. അതുപോലെ തന്നെ എന്താണ്? ഡാറ്റാസുകള് നമ്മള് എന്താണ്? സിപിയുവിന് വേഗത്തില് ആക്സസ് ചെയ്യുന്നതിനുള്ള ഡാറ്റാസ് ആയാലും ഇൻസ്ട്രക്ഷൻസ് ആയാലും സ്വീകരിക്കുന്നത് മെമ്മറിയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലൂടെ കമ്പ്യൂട്ടറും യൂസറുമായിട്ട് ഒരു ഇന്ററാക്ഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് സഹായിക്കുന്നുണ്ട്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് വരുന്നത്? എക്സാമ്പിൾ പറഞ്ഞേ, ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, അതുപോലെ എന്താണ് കീബോർഡ്, മൗസ്, മൈക്രോഫോൺസ് ഒക്കെ എഴുതാം നമുക്ക്. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ് വരുന്നത്? ഔട്ട്പുട്ട് ഡിവൈസസ് അറിയാത്തവര് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ, എഴുതി വെച്ചോളൂ. ഔട്ട്പുട്ട് ഡിവൈസസ് മോണിറ്റർ അല്ലെ, ഔട്ട്പുട്ട് തരുന്നില്ലേ? മോണിറ്റർ, പ്രിന്റർ, സ്കാനർ അല്ലെ. പിന്നെന്താണ്? മോണിറ്റർ, പ്രിന്റർ, അതുപോലെ എന്താണ്? സ്പീക്കർ അല്ലെ, ശബ്ദങ്ങൾ പുറത്തേക്ക് തരുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? പ്രൊജക്ടർ. നിങ്ങൾക്ക് അറിയില്ലേ പ്രൊജക്ടർ എന്താ? പ്രൊജക്ടർ ഒരു വീഡിയോ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊജക്ടർ വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരാറില്ലേ? കണ്ടിട്ടുണ്ടോ പ്രൊജക്ടർ എന്താണെന്നുള്ളത്? സ്ക്രീൻ കാണാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇത് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് പറയുന്നത്. മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പ്രൊജക്ടർ കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കി. ഇനി അതിന്റെ അടിയിലത്തെ ചിത്രങ്ങൾ കണ്ടില്ലേ? ഇതാണ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് അല്ലെ. കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ, GPU, അതുപോലെ എന്താണ്? ഹാർഡ് ഡിസ്ക്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് അതും കൂടി ഒന്ന് വായിക്കാം.
ഓക്കെ ആണോ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് മനസ്സിലായില്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട്. സ്കാനർ എന്ത് ഡിവൈസസ് ആണ്? ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ സ്കാനർ? ഇൻപുട്ട് ഡിവൈസസ് കേട്ടോ, ഇൻപുട്ട് ഡിവൈസസ് ആണ് കേട്ടോ സ്കാനർ കേട്ടോ. ഓക്കെ, നമ്മള് എന്തൊക്കെയാ പഠിച്ചത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് പഠിച്ചു. പാർട്സ് ഓഫ് ഇൻട്രൊഡക്ഷൻ വായിച്ചില്ലേ? CPU എന്താണ്? കമ്പ്യൂട്ടറിന്റെ എന്താണ്? കമ്പ്യൂട്ടറിന്റെ എന്താ? ബ്രെയിൻ ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി CPU അതിന്റെ ഫുൾ ഫോം ചോദിക്കും. CPU ന്റെ ഫുൾ ഫോം എന്താ? CPU ന്റെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഓക്കെ, അതുപോലെ ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസ്? വായിച്ചു നോക്കട്ടെ. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ കമ്പോണൻസ്? ഹാർഡ്വെയറിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇൻട്രൊഡക്ഷനിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത് ചോദിക്കുന്നത് ഞാൻ. ഓക്കെ, എന്താണ്? CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. കമ്പ്യൂട്ടർ ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് that process and store digital data. അതുപോലെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ ഏതൊക്കെയാണ് ചോദിക്കാം. അതുപോലെ CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ഫുൾ ഫോം ചോദിക്കാം. CPU എന്താണ്? കമ്പ്യൂട്ടറിന് എന്താണെന്ന് ചോദിക്കാം. ബ്രെയിൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നോക്കി വെക്കാനുള്ളത്. ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ നോക്കിക്കോളൂ കേട്ടോ. ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇനി നോക്കിയേ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് വരുന്നത്? ഒരു എത്ര എണ്ണം പഠിക്കാനുണ്ട് നമുക്ക്? 7 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ, ഹാർഡ്വെയർ. എന്താണ് ഹാർഡ്വെയർ? എല്ലാവർക്കും അറിയാലോ. ഹാർഡ്വെയർ എന്താ? ഹാർഡ്വെയർ എന്താണ്? ഹാർഡ്വെയർ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ലൈക്ക് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്,
CPU, memory, storage devices, input output devices and motherboard. എന്താണ് ഹാർഡ്വെയർ എന്നത്? എന്താണ് കമ്പ്യൂട്ടറിന്റെ ഒരു ഫിസിക്കൽ കമ്പോണന്റ് ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണന്റ് ആണ്. ഏതൊക്കെയാണ് ഹാർഡ്വെയർസ് ആയിട്ട് വരുന്നത്? CPU ഉണ്ട്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് മദർബോർഡ്. നമുക്ക് എന്താണ് ഹാർഡ്വെയർ? നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും അല്ലെ? വി ക്യാൻ ടച്ച് ആണ് അല്ലെ? നമുക്ക് ടച്ച് ചെയ്ത് തൊട്ട് നോക്കാനായിട്ട് പറ്റുന്ന ഡിവൈസസ് ആണ് ഹാർഡ്വെയർ ഡിവൈസസ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ് ടച്ച് ചെയ്യാൻ പറ്റുന്നത്? കമ്പ്യൂട്ടറിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നത്? കീബോർഡ് പറ്റും, മൗസ് അല്ലെ, മോണിറ്റർ അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? CPU അല്ലെ, പ്രിന്റർ അറിയാം. അപ്പൊ അതൊക്കെയാണ് ഹാർഡ്വെയർസ് ആയിട്ട് വരുന്നത്. നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നത്. കമ്പ്യൂട്ടറിന്റെ ഒരു ഫിസിക്കൽ കമ്പോണന്റ് ആണ് ഹാർഡ്വെയർ. ഇനി നോക്കിയേ, സെക്കൻഡ് നോക്കിയേ, സോഫ്റ്റ്വെയർ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് that make the computer able to perform tasks that consist of system software, example Windows, Mac OS, Linux, and application software, example web processors, web browsers, games. അല്ലേ? നമ്മൾ പഠിച്ചു അല്ലെ? സോഫ്റ്റ്വെയർ എന്താണ് പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഗ്രാംസും ഒക്കെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ്, കമ്പ്യൂട്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ്. സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആയാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമുക്ക് എന്താണ് അത് പെർഫോം ചെയ്യാനായിട്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് രണ്ട് തരത്തിലുണ്ട് അല്ലെ? സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. എഴുതിയെടുക്കണോ? നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് പറയട്ടെ? എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടാലും മതി. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. 2 പോയിന്റ് എഴുതിയോ? ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്, ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഇൻപുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഇൻപുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ്, കമ്പ്യൂട്ടർ ഓൺ ആകുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടർ ഓൺ ആകുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. 4 കാര്യങ്ങൾ കിട്ടിയില്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മള്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി 3ാമത്തെ കാര്യം എന്താ പറഞ്ഞത്?
ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഇൻപുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇനി എന്താ പറഞ്ഞത് നെക്സ്റ്റ് പോയിന്റ്, കമ്പ്യൂട്ടർ ഓൺ ആകുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. 4 കാര്യങ്ങൾ കിട്ടിയില്ലേ? ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, സോഫ്റ്റ്വെയർ 2 തരത്തിലുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ എഴുതി. ഇനി എന്താണ്? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലേ? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഫസ്റ്റ് പോയിന്റ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നിങ്ങൾ ഈ ഫോട്ടോഷോപ്പ് പഠിച്ചിട്ടുണ്ടോ? ഫോട്ടോഷോപ്പ് ഇത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണല്ലേ. ഫോട്ടോഷോപ്പ് കേട്ടിട്ടുണ്ടോ? ഫോട്ടോഷോപ്പ് എന്താണെന്ന്? എന്തിനു വേണ്ടിയിട്ടാണ് ഫോട്ടോഷോപ്പ് പഠിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്? എന്തിനാ? എന്തിനാണ് ഫോട്ടോഷോപ്പിൽ? ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനായിട്ട് അല്ലേ? അതുപോലെ തന്നെ എന്താണ് MS Word. MS Word എന്തിനു വേണ്ടിയിട്ടാണ്? അതൊക്കെ ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് MS Word യൂസ് ചെയ്യുന്നത്? ലെറ്റർ ടൈപ്പിങ്ങിന് അല്ലെ? ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് MS Word യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഇതൊക്കെ ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, എക്സാമ്പിൾ കിട്ടിയില്ലേ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന്റെ? ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇനി എന്താണ് നെക്സ്റ്റ്? അതിന്റെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഉപയോഗത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗശേഷം അൺഇൻസ്റ്റാൾ ചെയ്യാം അല്ലെ? നമ്മള് ഇപ്പൊ ഫോട്ടോഷോപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഉപയോഗം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഗുണം എന്ന് പറയുന്നത്. എന്താണ്? ഉപയോഗത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗശേഷം അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. 2 കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞത്. എന്താണ്? ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക കാര്യം ചെയ്യാനായിട്ട്, ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? ഉപയോഗത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് എന്ത്? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ ആണോ? കിട്ടിയോ? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത്? ഓക്കെ, ഇനി നോക്കിയേ, തേർഡ് വൺ ആണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. എന്താണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്? CPU. The brain of the computer that carries out instructions, perform calculations and controls data processing. എന്താണ്? CPU എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ്, തലച്ചോറാണ്. ഇനി അതെന്താ ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ കമ്പാരിസൺ ആൻഡ് കാൽക്കുലേഷൻസ് നടത്തുന്നത് CPU-ന്റെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് അല്ലെ? പെർഫോം കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേഷൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ കമ്പാരിസൺസ് ആണ് CPU ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ കമ്പാരിസൺസ് ആൻഡ്
കാൽക്കുലേഷൻസ് പെർഫോമൻസ്. ക്ലിയർ ആയോ? കാൽക്കുലേഷൻസിന് എക്സാമ്പിൾ പറയാൻ പറ്റോ? എന്തൊക്കെയാണ് കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യാറ്? അഡീഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാറില്ലേ നമ്മള്? അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യാറ്. അതൊക്കെയാണ് എന്ത് കാൽക്കുലേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി മാത്തമാറ്റിക്കൽ കമ്പാരിസൺ ഉണ്ട്. അതെന്താ അറിയോ? എന്താണെന്ന് മാത്തമാറ്റിക്കൽ കമ്പാരിസൺ? കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പറയാൻ പറ്റോ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഒക്കെ നമ്മൾ ചെയ്യാറില്ലേ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ചെയ്യാറുണ്ടോ? അതൊക്കെയാണ് മാത്തമാറ്റിക്കൽ കമ്പാരിസൺസ് ആയിട്ട് പറയുന്നത് കേട്ടോ, എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മാത്തമാറ്റിക്കൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. അതുപോലെ ഇവിടെ കാൽക്കുലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സിമ്പിൾസ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബ്രെയിൻ CPU ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി മെമ്മറി എന്താ? ടെമ്പററി സ്റ്റോറേജ് സ്പേസ് for the computer store data and instructions that can currently used. It includes RAM, അല്ലെ? Random access memory. Important ആണ്, full form ചോദിക്കാം. Random access memory and cache memory. റാമിന്റെ ഫുൾ ഫോം ചോദിക്കാം. അപ്പോ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരു താൽക്കാലികമായിട്ട് ഡാറ്റാസ്, കമ്പ്യൂട്ടറിലെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു താൽക്കാലിക സ്റ്റോറേജ് സ്പേസ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. നിലവില് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള താൽക്കാലിക സ്പേസ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഈ മെമ്മറി രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറി ഉണ്ട് കേട്ടോ. റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, കാച്ചി മെമ്മറി ഉണ്ട്. റാൻഡം ആക്സസ് മെമ്മറിയുടെ ഫുൾ ഫോം ആണ് റാമിന്റെ ഫുൾ ഫോം ആയിട്ട് ചോദിക്കാം, റാൻഡം ആക്സസ് മെമ്മറി. അതുപോലെ തന്നെ കാച്ചി മെമ്മറി. ഈ കാച്ചി മെമ്മറി ആണ് ഹോസ്പിറ്റലുകളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ റാമില് സ്റ്റോർ ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ഡാറ്റാസ് ഈ കാച്ചി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ കൂടുതലും യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് കാച്ചി മെമ്മറി. ഓക്കെ ആണോ? ഓക്കെ, ഈ 4 ഭാഗങ്ങളും 4 കാര്യങ്ങളും ഒന്ന് വായിച്ചു നോക്കി. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണോ 4 കാര്യങ്ങളും? മെമ്മറി വരെയും. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് എന്താണ്? 5th വൺ ആണ് സ്റ്റോറേജ് അല്ലെ? സ്റ്റോറേജ്, പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ്. എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്.
ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സിനെ SSD എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ ചുരുക്കരൂപം ഷോർട്ട് ഫോംസ് ആണ് ഇത് SSD. അതും കൂടി ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ചിലപ്പോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാതിരിക്കരുത്. SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് used to storage data, programs and operating systems even when the computer is powered off. എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓഫായിരുന്നാലും ഡാറ്റ, പ്രോഗ്രാംസ്, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നിവ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസസ് ആണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഒരു പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ് ആണ് ഇത് സ്റ്റോറേജ്. അപ്പോ നമ്മൾ പറഞ്ഞു മെമ്മറി എന്ന് പറഞ്ഞാല് ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. അതുപോലെ സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ് സ്റ്റോറേജ് സ്പേസ് ആണ്. സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസസ് ആണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഡാറ്റാസ്, പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ എന്നിവ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ് ആണ് സ്റ്റോറേജ്. ക്ലിയർ ആയോ? കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞാലും എന്താണ്? ഇവിടെ പെർമനന്റ് ആയിട്ട് ആ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി എന്താണ്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. These are devices used to interact with the computer like keyboard. അവിടെ മൗസ് എന്നാക്കണം കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മൗസ്, മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ് അല്ലെ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വഴി കമ്പ്യൂട്ടറും യൂസറുമായിട്ട് നല്ല രീതിയിൽ ഒരു ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഇന്ററാക്ഷൻ വരുത്തുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് കമ്പ്യൂട്ടറും യൂസറും തമ്മില്. ഇനി എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറയുന്നത് OS എന്നും കൂടി ഷോർട്ട് ഫോമിൽ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ചിലപ്പോ ചോദിക്കാം OS എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡ് ഫോം എഴുതാനായിട്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ that controls computer resources, control hardware devices and provides a user interface for interacting with the computer. ഇതിനു വേണ്ടിയിട്ടാണ് യൂസറും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും ഇടയിൽ നിന്നും ഒരു പ്രധാന മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. യൂസറിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഫണ്ടമെന്റൽസിൽ പഠിച്ചത്. കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽസിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. ജസ്റ്റ് 5th പോയിന്റ് തുടങ്ങി 7th പോയിന്റ് വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഡൗട്ട് ഉണ്ടോ? വല്ല പോയിന്റും? സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഡാറ്റാസ്, പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസസ് ആണ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസസ് അല്ലെ. യൂസറും കമ്പ്യൂട്ടറും തമ്മിൽ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS എന്നും കൂടി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യൂസറിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും ഇടയിൽ ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെ, പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ.
ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൈക്രോസോഫ്റ്റ് വേഡ്. മൈക്രോസോഫ്റ്റ് വേഡ് പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? വേഡ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുള്ളവരുണ്ടോ? വേർഡ് ഓക്കെ. സൗമ്യ പഠിച്ചിട്ടുണ്ട്, ആതിര പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. എന്താ പ്രത്യേകത വേഡിന്റെ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പ്രത്യേകത? വേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലെക്ചേഴ്സ് ഒക്കെ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡ് is widely used for word processing software developed by Microsoft. ഫസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഡെവലപ്പ് ചെയ്തതാരാണ്? developed by Microsoft. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലൈൻ അടയാളപ്പെടുത്താം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്, അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ലൈനിൽ പഠിക്കാനുള്ളത്. It permits users to create, edit, format, and save documents for the different purposes like writing, report, letters, resumes, and more. അല്ലെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഡോക്യുമെന്റ്സ് സേവ് ചെയ്യുക, അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ലെറ്റേഴ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാം. റെസ്യൂംസ് അല്ലെ, റെസ്യൂം ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേർഡാണ് യൂസ് ചെയ്യുന്നത്. അതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഹിയർ ആർ some important features and functionalities of Microsoft Word. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് അതിന്റെ കുറച്ച് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഫീച്ചേഴ്സ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് അല്ലെ. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഓഫേഴ്സ് എ യൂസർ ഫ്രണ്ട്ലി ആൻഡ് intuitive interface, making it reachable to both beginners and experienced users. The toolbar and ribbon provide quick entry to different formatting and editing options. എന്താ പറയുന്നത്? മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ബിഗിനേഴ്സിനായാലും അല്ലെ, വേർഡ് പഠിക്കുമ്പോൾ തന്നെ ബിഗിനേഴ്സിനായാലും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനായാലും ഒരുപോലെ എന്താണ്? യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? ബിഗിനേഴ്സിനായാലും അത് യൂസ് ചെയ്യുന്ന ആളുകൾക്കായാലും എന്താണ്? പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എളുപ്പമാണെന്നാണ് പറയുന്നത്. ബിഗിനേഴ്സിനായാലും എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിനായാലും എന്താണ്? ഒരുപോലെ കൊണ്ടുപോകാനായിട്ടാണ്, അല്ലെങ്കിൽ ഒരുപോലെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ, ആ വേർഡിന്റെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ടൂൾ ബാർസ് അല്ലെ. ടൂൾ ബാർസ് എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് ഓപ്ഷൻസ്, റിബൺസ് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഐറ്റംസ് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്നതുണ്ടോ പിക്ചേഴ്സ് അല്ലെ. ടൂൾ ബാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല പല ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതുപോലെ റിബൺ അല്ലെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം പിക്ചേഴ്സ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു അല്ലെ, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാല് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ ഇത്. അതുപോലെ തന്നെ എന്താണ്? ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്സ് ഫ്രം scratch or choose from a range of templates provided by Word. It offers the vast set of formatting tools for text, paragraphs, and pages, permitting users to customize the appearance
of their documents. ഇനി വേർഡ് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് അല്ലെ, ഒരു പുതിയ ഡോക്യുമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഈ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെംപ്ലേറ്റ്സ് എന്താ? ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാൻ മികച്ച രീതിയിൽ സഹായിക്കുന്ന ഫയൽസിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാനായിട്ട് മികച്ച രീതിയിൽ സഹായിക്കുന്ന ഫയൽസ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ പാരഗ്രാഫ്, അതുപോലെ എന്താണ് നമ്മൾ ടെക്സ്റ്റുകൾ എഴുതുന്നില്ലേ, അതുപോലെ ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിലെ ജോലിക്കായിട്ട് നിങ്ങൾ റെസ്യൂംസ് അല്ലെ, റെസ്യൂമ് തയ്യാറാക്കാറുണ്ട്. പല ടൈപ്സ്, അല്ലെങ്കിൽ പല സ്ട്രക്ചർ, പല ഫോർമാറ്റിലാണ് റെസ്യൂമൊക്കെ തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ക്ലിയർ ആയോ? ഇനി എന്താണ്? കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. മൈക്രോസോഫ്റ്റ് വേർഡ് support collaboration features, make multiple users able to work on a document at the same time. User can track changes, leave comment, and merge edits made by different contributors. Documents can also be simply shared via email, cloud storage devices, or by creating links. എന്താ പറയുന്നത്? കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് അല്ലെ. പല യൂസേഴ്സിന് സെയിം ടൈമില് ഡോക്യുമെന്റ്സ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല യൂസേഴ്സിന് സെയിം ടൈമിൽ എന്താണ് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? മെയിൽ വഴി നമുക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെ, യൂസേഴ്സ് ക്യാൻ ട്രാക്ക് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. പിന്നെ എന്താണ്? നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് അതില് രേഖപ്പെടുത്താനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് വേർഡിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്തൊക്കെയാണ്? പല യൂസേഴ്സിനും സെയിം ടൈമില് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം. മെയിലിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒപ്പീനിയൻസ് അതില് രേഖപ്പെടുത്താനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇനി എന്താണ്? റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. Word provides a lot of formatting options for text, which includes font style, size, colors, and effects. Users can apply formatting to paragraphs, adjust line spacing, align text, and add bulletin point or numbering. It also offers modern features such as the headers and footers, tables, and style of കൺസിസ്റ്റന്റ് ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ്. എന്താ പറയുന്നത്? നമ്മള് ഇവിടെ വേർഡ് ഇപ്പൊ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പല ഫോണ്ട് സൈസില്, പല കളറില്, പല എഫക്റ്റുകൾ കൊടുത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വേർഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഹെഡിങ്ങുകൾ കൊടുക്കാം, അതുപോലെ ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പല സ്റ്റൈലിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, പല ഷേപ്പിൽ ചെയ്യാവുന്നതാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേർഡില് ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എന്താണ് കാര്യങ്ങളും ഈ വേർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോണ്ട് സൈസ് കൊടുത്ത് പല സ്റ്റൈലില് അല്ലെ, ഇറ്റാലിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ചരിച്ചെഴുതുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നീട്ടി അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോണ്ട് സൈസ് മാറ്റാം, പല സൈസ്. അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും നല്ല രീതിയിലുള്ള കളറിങ് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിങ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് വേർഡില് നമുക്ക് ചെയ്യാവുന്നതാണ്, ടൈപ്പിംഗ് ചെയ്യാവുന്നതാണ്. ഇതാണ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. ഇനി എന്താണ്? സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻസ്. ഓക്കെ, വേർഡ് കൺസിസ്റ്റ് ഓഫ് built-in spelling and grammar checking tools to make users identify and correct errors. It underlines
misspelled word and suggest corrections which ensure the accuracy of written content. എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ പല തെറ്റുകൾ വരാറുണ്ട് അല്ലെ, ടൈപ്പ് ചെയ്യുമ്പോ പല തെറ്റുകളും സംഭവിക്കാം. അങ്ങനെ തെറ്റുകൾ വരുമ്പോ ഈ വേർഡിൽ ചെയ്യുമ്പോൾ എന്താണ് വരാറ്? തെറ്റുകൾ ഉണ്ടാകുമ്പോ അത് ചൂണ്ടിക്കാണിച്ച് നമുക്ക് തരാറുണ്ട് അല്ലെ. ഇങ്ങനെയാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം വേർഡിൽ ടൈപ്പ് ചെയ്യുമ്പോ. എങ്ങനെ നമ്മൾ കണ്ടെത്താം? അണ്ടർലൈൻ വരും അല്ലെ. എങ്ങനെ, ഏത് കളറിലാണ് വരുന്നത് അണ്ടർലൈൻ? എങ്ങനെ വരും? റെഡ് കളറിൽ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ തെറ്റുണ്ട്, ചിലപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, അത് നമ്മൾ തിരുത്തണം. അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ റെഡ് കളറിൽ ഓരോ അണ്ടർലൈൻസിൽ ഓരോ വേർഡ്സ് തെറ്റ് വരുമ്പോ എന്താണ് റെഡ് കളറിൽ നമുക്ക് അവിടെ കാണിച്ചു തരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്പെല്ലിംഗ് എറർ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് സഹായിക്കുന്നു. അതാണ് സ്പെൽ ചെക്കിന്റെ ഗ്രാമർ കറക്ഷൻ. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് 6th പോയിന്റ് നോക്കിയേ. ഇൻസേർട്ടിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. Users can insert different objects into their documents like image, shape, charts, and tables. Word permits designing, positioning, and formatting of this object, making it easy to improve the visual appeal of documents. നമ്മൾ ഇങ്ങനെ വേർഡിൽ നമ്മളിങ്ങനെ ഓരോ പാരഗ്രാഫ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ് കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കും അല്ലെ. ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങളോട് പറയണേണ് എന്തെങ്കിലും വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാർസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ സെമിനാർസ് കണ്ടക്ട് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ കുറെ പേജിൽ ആ വേർഡിലൊക്കെ നിങ്ങൾ കുറെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് എന്താ ബോറടിക്കില്ലേ? അപ്പൊ എന്തെങ്കിലും ഒബ്ജക്ട്സ് എന്തെങ്കിലും ഇമേജുകള് അല്ലെങ്കിൽ എന്താണ് ചാർട്ടുകള്, ടേബിൾസ്, പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കാണുന്നവർക്ക് അതില് അട്രാക്ഷൻ കിട്ടും അല്ലെ. കാണുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുകയും എന്താണോ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഇമേജസ്, ഷേപ്സ്, ചാർട്ടുകള്, ടേബിൾസ് ഒക്കെ നമുക്ക് എന്താണ് ഈ വേർഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് ആഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ കാണുന്നവർക്ക് എന്താണ് മറ്റുള്ളവർക്ക് അത് അതിനകത്ത് അട്രാക്ഷൻ കിട്ടുകയും അത് പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. Word provides a wide range of templates and themes for various document types, including resumes, letters, flyers, and more. For these templates offer pre-designed layouts and formatting that save time and effort for users. എന്താണ് ഈ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ എന്താണ് ഇങ്ങനെ ടെംപ്ലേറ്റ്സ് അതുപോലെ തന്നെ തീംസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താണ് ലെറ്റേഴ്സ് അതുപോലെ റെസ്യൂംസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, പല ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ടെംപ്ലേറ്റ്സ് ഈ വേർഡിലൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞ എഫേർട്ട് എടുത്തുകൊണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ ടൈമിൽ നമുക്ക് റെസ്യൂമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. വേദിയിലൂടെ നമ്മൾ റെസ്യൂമുകൾ, പല ഡോക്യുമെന്റ്സുകൾ, പല ലെറ്റേഴ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കുറഞ്ഞ എഫേർട്ട് എടുത്തുകൊണ്ട് കുറഞ്ഞ ടൈമിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ വേർഡ് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങള് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്, റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻസ്, ഇൻസേർട്ടിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്, ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. ഓക്കെ ആണോ? നാളെ വരുമ്പോ ഇത്രയും കാര്യങ്ങള് വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.